കാട്ടിക്കൂട്ടി നിസ്കരിച്ച നിസ്കാരങ്ങൾ, കാട്ടിക്കൂട്ടി നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ചാടിക്കളിച്ച് നിസ്കരിച്ചെന്നല്ല, അള്ളാഹു എന്നുള്ള ചിന്ത ഇല്ലാതെ ഇഖ്ലാസ് ഇല്ലാതെ നിസ്കരിച്ച മനുഷ്യൻ, ആ മനുഷ്യൻ്റെ നിസ്കാരത്തിന് ഒരു മനുഷ്യൻ ഡ്രസ്സ് വിയർത്തൊലിച്ച് യാത്ര കഴിഞ്ഞ് വന്ന് അവൻ്റെ ഡ്രസ്സ് അഴിച്ചിടുന്നത് പോലെ, എങ്ങനെ നമ്മൾ ഡ്രസ്സ് അഴിച്ചിട്ട് ഇങ്ങനെ മൂലക്കൊക്കെ അല്ല അലക്ക് കൊട്ടയിലേക്കോ മറ്റോ എറിയുന്നത് പോലെ ആ നിസ്കാരത്തിന് ചുരുട്ടിക്കൂട്ടി എറിയുമത്രേ മലക്കുകൾ. ആ നിസ്കാരം അങ്ങോട്ട് മുകളിലേക്ക് എത്തുകയില്ല. പിന്നെ നമുക്ക് എന്താ ഉണ്ടാകുക? മശ്റ ചെന്നാൽ അള്ളാഹിൻ്റെ അടുത്ത് എത്തുമ്പോൾ കുറേ നിസ്കാരമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ചെല്ലാനെന്ത് വകുപ്പാളല്ല. ഇപ്പം തന്നെ ഞാൻ ചോദിക്കുക, ഞാൻ നിങ്ങളോട് ചോദിക്കുക, എത്ര നിസ്കാരങ്ങൾ നല്ല ഇഖ്ലാസുള്ള നിസ്കാരങ്ങൾ നമുക്കുണ്ട്? ആ നിസ്കാരമായിട്ട് പോകാനുള്ള ധൈര്യം നമുക്കുണ്ടോ? ഒരു ധൈര്യമില്ല. അപ്പോൾ ഈ സംഗതി അവിടെ തന്നെ ഇതിൻ്റെ ഇഖ്ലാസ് തെറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇഖ്ലാസ് കിട്ടിയാൽ തന്നെ പിന്നെ നമുക്ക് ഒരു നല്ല മട്ടത്തിൽ ഒരാൾ നിസ്കരിച്ച് കഴിഞ്ഞാൽ ഒരു നിസ്കാരം ഭയങ്കര മരുന്നാണ്. 5 നേരം ഒരു പുഴയിൽ ചെന്ന് കുളിച്ച് ഫ്രഷായി വന്ന എത്രമാത്രം അവൻ്റെ ശരീരം ഫ്രഷാകുമോ അതുപോലെയാണ് 5 വക്ത് നിസ്കരിച്ചാൽ അവൻ്റെ ഹൃദയം ഫ്രഷാവുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. റിയാദുസ് സ്വാലിഹീൻ അടക്കമുള്ള കിതാബുകളിൽ പ്രതിപാദിക്കുന്നുണ്ടത്. അപ്പോൾ ഒരു നിസ്കാരം ഒരു മരുന്നാണ്. ഒരു നിസ്കാരം ഒരു മനുഷ്യനെ ശാരീരികവും മാനസികവുമായി കഴുകി വൃത്തിയാക്കുന്ന, അവനെ ശുദ്ധീകരിക്കുന്ന, അവൻ്റെ മനസ്സിന് ആരോഗ്യം നൽകുന്ന ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട ഒരു മരുന്നാണ് ഒരു നിസ്കാരം. അവൻ സുജൂദ് ചെയ്യുമ്പോൾ അള്ളാഹുമായിട്ടുള്ള മുനാജാത്ത് നടക്കുകയാണ്. അവൻ്റെ സുജൂദിൽ സുബ്ഹാന റബ്ബിയൽ അലാ വ ബിഹംദിഹി എന്ന് അവനങ്ങനെ ചൊല്ലുമ്പോൾ അള്ളാഹുലേക്ക് കൂടുതൽ അവൻ അടുക്കുകയാണ്. ആ സമയത്ത് അവൻ്റെ നെറ്റിത്തറം തട്ടുന്നത് ആ നിസ്കാര പായലിങ്ങനെ തട്ടി നിൽക്കുമ്പോൾ അവൻ്റെ തലയുടെ ഒരു ഭാരം ആ നെറ്റിയിൽ വരികയാണ്. ഇവരൊരു മർമ്മമുണ്ടെന്നാണ് ശാസ്ത്രം പറയണത്. ആ മർമ്മത്തിൽ പ്രസ് ചെയ്താൽ മനുഷ്യൻ്റെ ഒട്ടുമിക്ക രോഗങ്ങളും മാറുമെന്നാണ്. ആ മർമ്മ ചികിത്സ അറിയുന്ന ആളുകൾക്ക് അറിയാം. അവിടെ ആ പ്രസ് ചെയ്യുന്ന സ്ഥലത്ത് അവിടെയാണ് സുജൂദ് ചെന്ന് തട്ടുന്നത്. മനുഷ്യൻ്റെ ആരോഗ്യം വർദ്ധിക്കുമെന്നാണ്. അവൻ്റെ ആത്മീയവും അവൻ്റെ ശാരീരികവുമായിട്ടുള്ള ഒരു പ്രത്യേകമായ അനുഭൂതി അവന് കിട്ടുകയാണ്. അവൻ അള്ളാഹുവിൽ കോൺസെൻട്രേറ്റ്, അവനെ സൃഷ്ടിച്ചിരിക്കുന്ന, അവനെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹുവിൻ്റെ മുമ്പിൽ അവൻ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആ രൂപത്തിൽ നമ്മളെ നിസ്കാരം കൊണ്ട് ശാരീരികമായും മാനസികമായും ആത്മീയമായിട്ടും നമ്മൾ ഉയരുകയാണ് അള്ളാഹുവിലേക്ക്.